വയനാട്ടിൽ ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ടുപോയ ആന വെള്ളം കിട്ടാതെ മരിച്ചുപോയ അന്നാണ് ഞാൻ KR മീരയെ കാണാൻ പോയത്. സംസാരിച്ചു തുടങ്ങുമ്പോഴേ മീരയുടെ ഉള്ളിൽ വെള്ളം കിട്ടാതെ മരിച്ചുപോയ ജീവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ട്. മറ്റ് വിഷയങ്ങളിലേക്ക് ഞങ്ങൾ തെന്നി നീങ്ങിക്കൊണ്ടിരുന്നു. എഴുത്തിനെക്കുറിച്ചും എഴുതേണ്ടതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കെ മീരയുടെ നോട്ടം പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. അതിലൂടെ ഒരു നായ കടന്നു പോകുന്നു. ഇവിടെ വന്നുകൊണ്ടിരുന്നതാ. ഞാൻ വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കാറുണ്ടായിരുന്നു. ഈ പണി തുടങ്ങിയ ശേഷം കാണാതെയായതാണ്. ഇപ്പോഴാണ് വീണ്ടും കാണുന്നത്. അതിന് വെള്ളം കിട്ടുന്നുണ്ടോ ആവോ? ചെറുപ്പം മുതൽ ഞാൻ വായിച്ചു വളർന്ന കഥകളിൽ ഞാൻ അനുഭവിച്ചിരുന്ന വേദന അതിൻ്റെ എഴുത്തുകാരിയുടെ ഉള്ളിൽ നിന്നും കുത്തിയൊലിച്ച് പുറത്തു വരുന്നതാണെന്ന് ഞാൻ അറിയുകയായിരുന്നു. മീരയുടെ കഥകളിലെയും നോവലുകളിലെയും കഥാപാത്രങ്ങളോടും സമൂഹത്തോടും ലോകത്തോടും ഒക്കെയുള്ള പ്രതിബദ്ധത അതിൻ്റെ ഏറ്റവും നൈർമല്യമായ കോണിൽ നിന്ന് ഞാൻ കാണുകയാണെന്ന് തോന്നി. മീര തന്നെ അന്ന് പറഞ്ഞിരുന്നു, എന്തെല്ലാം ഉണ്ടായാലും ഉള്ളിലെ വ്യഥ മാറാത്തവരാണ് എഴുത്തുകാരെന്ന്. അന്ന് ഞാൻ മീരയുടെ ഉള്ളിൽ ചുറ്റിനുമുള്ള ജീവികളോടുള്ള സ്നേഹത്തിൽ നിന്നും സഹാനുഭൂതിയിൽ നിന്നും വരുന്ന ആ വേദന കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിക്കാതെ തന്നെ എനിക്കിത് പറഞ്ഞു തുടങ്ങാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ എന്നുണ്ടല്ലോ. നിങ്ങൾ വായിക്കുന്ന മീര ഉള്ളാലെ അങ്ങനെയാണെന്ന് സാക്ഷ്യം പറയണമെന്ന് തോന്നി. അതേക്കുറിച്ച് പറയാതെ മീരയുടെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുക അസാധ്യമെന്നും. ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിൻ, മോഹമഞ്ഞ, ആവേ മരിയ എന്നീ 4 ചെറുകഥാ സമാഹാരങ്ങളാണ് ഈ ലക്കം ബുക്ക് ഷെൽഫിൽ. വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീ തൻ്റെ ഉറക്കം മാറ്റിവെച്ച് ഒരു പുസ്തകത്തെ അന്വേഷിക്കുന്നു. മറ്റാരുടെയും പുസ്തകമല്ല, തൻ്റെ തന്നെ കവിതകൾ കുറിച്ച് വെക്കുന്ന പുസ്തകം. KR മീര പത്രപ്രവർത്തകയായിരിക്കുന്ന കാലം. ചെറുപ്പം മുതൽ തനിക്ക് പരിചയമുള്ള കെട്ടിടത്തിലമ്മ എന്ന് മീര വിളിക്കുന്ന തൻ്റെ അമ്മയുടെ സുഹൃത്തായ ലളിത P നായരാണ് കഥാപാത്രം. അമ്മ കവിതകൾ എഴുതുമെന്നത് തന്നെ മീരയ്ക്ക് സർപ്രൈസ് ആയിരുന്നു. ഒരിക്കൽ നാട് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ മോള് നിന്ന് എഡിറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് കയ്യിൽ കൊടുത്ത ഒരു ചുവന്ന ചട്ടയുള്ള പുസ്തകം പിന്നീട് മീരയുടെയും വായനക്കാരുടെയും ഗതി മാറ്റി. ഓർമ്മയുടെ ഞരമ്പ് എന്ന ആ കഥയുടെ തായ്വേര് ആ ചുവന്ന പുസ്തകമാണ്. KR മീരയുടെ കഥകൾ ഓരോന്നും വേദനകളാണ്. വെറും വേദനയല്ല, പച്ചമാംസത്തിൽ തീപ്പൊരി നീറിപ്പിടിക്കുന്നത് പോലെയുള്ള വേദന. ചെറുപ്പത്തിൽ എഴുതുമായിരുന്ന, വിവാഹശേഷം എഴുത്തും വായനയും അവസാനിച്ചു പോയ സ്ത്രീകളെ എനിക്ക് നേരിട്ടറിയാം. ഓരോ തവണയും ഓർമ്മയുടെ ഞരമ്പ് വായിക്കുമ്പോൾ മുഖം മാറി മാറി വരത്തക്ക രീതിയിൽ എനിക്ക് ചുറ്റും സ്ത്രീകളുണ്ട്. ചുറ്റുമുള്ളവരെ കാണുമ്പോൾ ഉള്ളിൽ തളം കെട്ടുന്ന നിസ്സഹായാവസ്ഥ തൊട്ടറിയിക്കുന്നവയാണ് എനിക്ക് മീരയുടെ കഥകൾ. ജോർജ് മൂന്നാമൻ തീവണ്ടി ഓടിക്കുമ്പോൾ എന്ന ഈ കഥയിലെ ഈ വരികളെടുക്കാം. എഴുത്തുകാരിയും പ്രണയിനിയും, രണ്ടു കൂട്ടരും രഹസ്യങ്ങളുടെ ആരാധകർ. അവസാന വരിയിലെ പരിണാമഗുപ്തിയാൽ വായനക്കാരനെ തകർത്തെറിയാനുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ എൻ്റെ കവിതകൾ വിഭാവന ചെയ്തത്. നിഗൂഢതയുടെ തീവ്രതയിൽ നീറ് ദഹിക്കുന്നതിൻ്റെ ആനന്ദത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ പ്രണയം ആസൂത്രണം ചെയ്തത്. പ്രണയത്തെപ്പറ്റി എനിക്കറിയില്ല, പക്ഷെ മീരയുടെ കഥകളിൽ പരിണാമഗുപ്തിയാൽ തകർക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് അങ്ങനെയാണ് മീര എഴുതുന്നതെന്ന് തീർത്തും പറയാൻ സാധിക്കും. ഓരോ അവസാന വരിയിലും അപ്രതീക്ഷിതമായ അന്ത്യം വായനക്കാരെ കാത്തിരിക്കുന്നുണ്ടാകും. തലയ്ക്കൊരു കൊട്ടാണത്. നട്ടെല്ല് വഴി കടന്നു പോകുന്നൊരു മിന്നൽ പിണർ. വാക്കുകൾ അവസാനിക്കുമ്പോൾ അവസാനിക്കാത്ത കഥകൾ, കഥകളിൽ മാത്രം അവസാനിക്കാത്ത വാക്യങ്ങൾ. കഥകളിൽ നിന്ന് അടർത്തിയെടുത്താൽ വലിയ മാനങ്ങൾ ലഭിക്കുന്ന വാക്യങ്ങൾ ഒരുപാടുണ്ട് മീരയുടെ രചനകളിൽ ഓരോന്നും. മറ്റൊന്ന് മീരയുടെ ഭാഷയുടെ താളമാണ്. എഴുത്തിലേക്ക് വായനക്കാരെ അനായാസം പിടിച്ചു കയറ്റുന്ന താളം. കഥയുടെ ഭൂമികയും സാഹചര്യവും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും എല്ലാം മീര താളത്തിൽ ഒളിപ്പിച്ചു വയ്ക്കും. ഗില്ലറ്റിനൊക്കെ എടുത്താൽ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന എഴുത്തുകാരിയെ കാണാം. കഥ മുറുകുന്നിടത്ത് മീര ഒരു ബോംബ് പൊട്ടിക്കും. വീണ്ടും കഥ പറച്ചിൽ തുടരും. ഗില്ലറ്റിൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മരണവും ഒരുതരം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഫ്രാൻസിൽ അക്കാലത്ത് വിപ്ലവ വായാടിത്തത്തിനുത്തരം ഗില്ലറ്റിനായിരുന്നു. ആരും വിമർശിക്കരുത്, ആരും ചോദ്യം ചെയ്യരുത്. ഗില്ലറ്റിനും ഒരുതരം സോഷ്യലിസമാണ്. 2 ഇരുമ്പ് തൂണുകൾക്കിടയിൽ തൂക്കിയിട്ട ഭാരിച്ച വായ്ത്തലയാണത്. തൂണുകളോട് ഘടിപ്പിച്ച പീഠത്തിൽ വായാടിയെ ഇരുത്തും.
വായ്ത്തല തൂക്കിയിട്ട വടത്തിൻ്റെ കെട്ടഴിക്കും. 40 കിലോ തൂക്കമുള്ള വായ്ത്തല ഡിം എന്ന് പതിക്കും. ശിരസ് കൃത്യമായി താഴെയുള്ള ചവറ്റുകുട്ടയിലേക്ക് തെറിക്കും. അല്പസമയം ഉടൽ ഒറ്റയ്ക്ക് പിടയും. പിന്നീട് ശാശ്വതമായി നിശബ്ദമാകും. തുരുമ്പ് പിടിച്ചൊരു ബ്ലേഡ് കൊണ്ട് ഗുരു ഞരമ്പ് മുറിച്ചെന്ന് കേട്ടപ്പോൾ അജിതയ്ക്ക് ഭീതിയാണുണ്ടായത്. ഭീതിയും ഒരുതരം പരാജയ സന്നദ്ധതയാണ്. വായനയിൽ ഈ റോളർ കോസ്റ്റർ റൈഡ് തരുന്ന എഴുത്തുകളാണ് കെ.ആർ. മീരയുടേത്. കെ.ആർ. മീര എന്ന നോവലിസ്റ്റ് ആഘോഷിക്കപ്പെടുന്ന അത്രയും കെ.ആർ. മീര എന്ന കഥാകൃത്ത് ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ആഘോഷിക്കപ്പെടേണ്ടതുണ്ട് എന്നത് തീർച്ചയാണ്. മോഹമഞ്ഞയും ഏകാന്തതയുടെ 100 വർഷങ്ങളും പോലെ തീക്ഷ്ണമായ പ്രണയകഥകളും ഉച്ഛേദനവും ഗില്ലറ്റിനും പോലെ മൂർച്ചയേറിയ കഥകളും ഈ സമാഹാരങ്ങളിലുണ്ട്. മീരയുടെ കഥകൾ ബാക്കി വെച്ചു പോകുന്നത് വ്യഥകൾ തന്നെയാണ്. ഈ വ്യഥ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വ്യക്തിഗതം മാത്രമല്ല എന്നതാണ് മീരയുടെ കഥകളുടെ പ്രത്യേകത. ഒരു കഥാപാത്രത്തിൻ്റെ വേദന പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത് കേവലം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാത്രമല്ല എന്നും സമൂഹം ഒരൊറ്റ എൻറ്റിറ്റിയായി പ്രവർത്തിച്ച് മനുഷ്യരോട് കാണിക്കുന്ന നീതികേടിൽ നിന്നുകൂടെ വരുന്നതാണ് അതെന്നും മീര തൻ്റെ കഥകളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആവേ മരിയ ആകട്ടെ, ഗില്ലറ്റിനാകട്ടെ, ഓർമ്മയുടെ ഞരമ്പാകട്ടെ, വില്ലൻ ചെറിയതല്ലാത്ത തോതിൽ സമൂഹമാണ്. എങ്ങനെ എഴുതണം എന്നതിനപ്പുറത്തേക്ക് എന്തിനെഴുതണം എന്നുകൂടെ ചിന്തിപ്പിക്കുന്നവയാണ് മീരയുടെ എഴുത്തുകൾ. ഈ കാലത്ത് വായന എങ്ങനെ ആളുകളെ സ്വാധീനിക്കും, എങ്ങനെ താഴെ തട്ടിലുള്ളവരിലേക്ക് വായന എത്തിക്കുമെന്നതെല്ലാം ആലോചിച്ചിട്ടുണ്ട്. പുസ്തക വായന എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രിവിലേജാണ്. സാധാരണക്കാരിലേക്ക് വായന എത്തിക്കുക എളുപ്പവുമല്ല. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന മീരയുടെ നോവൽ അച്ചടിച്ച് വന്നത് വനിതയിലാണ്. ഇവിടെയുള്ളവരിൽ സാധാരണക്കാരായ സ്ത്രീകൾ നേരം പോക്കിന് വായിക്കുന്ന ഒരു മാസികയിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും ജെൻഡർ ഫ്ലൂയിഡിറ്റിയെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു നോവൽ തുടരനായി വരികയെന്നത് സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇന്നും ഓദർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പബ്ലിഷേഴ്സിൻ്റെ ഉള്ളിലെല്ലാം തെളിയുന്നത് മീശ വെച്ചൊരു രൂപമായിരിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടങ്ങുന്ന നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ മലയാള സാഹിത്യത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരിയായ കെ.ആർ. മീര ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ഇക്വാലിറ്റിയിൽ നിന്നും എത്ര അകലെയാണ് നമ്മളെന്ന്. പക്ഷേ മീര ഒരുപാട് മുന്നിലാണ്. ആൺ പെൺ ദ്വന്ദ്വത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഇൻക്ലൂസീവായി സംസാരിക്കുന്ന, പുരുഷാധിപത്യ സമൂഹത്തെയും പരമ്പരാഗത കുടുംബസങ്കല്പത്തെയും എല്ലാം ചോദ്യം ചെയ്യുന്ന, രാഷ്ട്രീയം പറയുന്ന എത്ര എഴുത്തുകാരെ നിങ്ങൾക്കറിയാം? ആരാച്ചാരും ഘാതകനും ഖബറും സംഖ്യണ്ണനും ഭഗവാന്റെ മരണവും എഴുതാൻ ഇവിടെ ഒരു കെ.ആർ. മീര മാത്രമേ ഉള്ളൂ. വായനക്കാർ കൂടെ ഉണ്ടാകുമെന്ന ധൈര്യത്തിൽ എത്ര ഉയരത്തിൽ നിന്ന് വേണമെങ്കിലും എടുത്തു ചാടാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന എഴുത്തുകാരിയോട്, നമുക്ക് വേണ്ടി വ്യഥ അനുഭവിക്കുന്ന എഴുത്തുകാരിയോട് കൂടെ നിൽക്കുക എന്നാൽ വായിക്കുക, കേൾക്കുക എന്നത് തന്നെയാണ്. ഈ കെട്ടകാലത്ത് എഴുത്തുപോലെ തന്നെ വായനയും ഒരുതരം രാഷ്ട്രീയ പ്രവർത്തനമാണ്.